കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സിനിമാ അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിച്ചു. ഒരു ദിവസം തന്നെ രണ്ട് പ്രഖ്യാപനം വന്നു. അതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് നമ്മുടെ ഒരു അഭിപ്രായം എന്താണ് അതിനെ കുറിച്ചിട്ട് പറയാം? ആദ്യം തന്നെ അവാർഡ് ലഭിച്ച എല്ലാവർക്കും ന്യൂസ് 1 കേരളയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് അവാർഡ് തിരസ്കരിച്ചു എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പ്രിയപ്പെട്ട മമ്മൂക്കൊപ്പം നിൽക്കുകയാണ് ഞാൻ. അവാർഡ് തിരസ്കാരം എന്ന് പറയുന്നതല്ല, ഒരു തുടർച്ചയായിട്ട് 2 പ്രാവശ്യം നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. സോറി, അങ്ങനെ പറയാം, നിഷേധിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇത് ഇന്നു മുതൽ തുടങ്ങിയതല്ല. 2006 കറുത്ത പക്ഷികൾ എന്ന് പറയുന്ന സിനിമ ഇതേപോലെ വന്നപ്പോ അമിതാഭ് ബച്ചനാണ് അവാർഡ് കൊടുത്തത്. ഫ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് അമിതാഭ് ബച്ചനാണ് അവാർഡ് കൊടുത്തത്. അന്നും മമ്മൂട്ടിനെ തഴയപ്പെടുകയാണ് ചെയ്തത്. സമയമുണ്ട് എന്ന് പറഞ്ഞത്. പക്ഷെ അതിലൊരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, മമ്മൂട്ടി എന്ന് പറയുന്ന നടന് ഇനിയൊരു അവാർഡ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ മമ്മൂട്ടിക്ക് അപ്പുറത്തേക്ക് വേറൊരാളില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. പ്രിയപ്പെട്ട കമൽഹാസന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, ഫൈനൽ റൗണ്ടിൽ ഇതേപോലെ മത്സരത്തിലെത്തിയാൽ ആരാണ് എന്റെ എതിരാളി എന്ന് നോക്കും. ആ എതിരാളി മമ്മൂട്ടിയാണ് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പേടിയാണ് എന്നുള്ളത്. കമൽഹാസൻ എന്ന് പറയുന്ന ലെജൻഡറി ആയിട്ടുള്ള ആക്ടർക്ക് പോലും ആ ഒരു പേടിയുണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലായത്. ഇത് ഫിലിം ഫെയർ വാങ്ങിയിട്ട് മമ്മൂട്ടി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിൽ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരുപാട് അഭിനയിച്ചിട്ട് വേണം, കഷ്ടപ്പെട്ടിട്ട് വേണം ഞാനൊരു അവാർഡ് നേടിയിരിക്കാൻ എന്ന് പറയുന്നത്. അത് അദ്ദേഹം പറഞ്ഞത് ഒരു പക്ഷേ ഇവിടെയുള്ള എല്ലാ ജൂറികളുടെയും മുഖത്തിട്ടടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രകടനമാണ് അതിലൂടെ നടത്തിയത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് 2006 കറുത്ത പക്ഷികൾ എന്ന് പറയുന്ന സിനിമ, പിന്നീട് വന്നത് പേരമ്പ് എന്ന് പറയുന്ന സിനിമ. പേരമ്പ് ഭയങ്കര നമ്മുടെ ഹൃദയത്തെ കൊണ്ടുപോയ ഒരു സിനിമയാണ്. ആ ഒരു സിനിമ പോലും നിഷേധിക്കപ്പെടുകയാണ്. അവാർഡ് നിഷേധിക്കപ്പെട്ടിട്ട് ആയുഷ്മാൻ ഖുറാനക്കാണ് ആ അവാർഡ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് വന്നത് ഈ ഒരു സിനിമത്തെ ഋഷഭ് ഷട്ടിയിലേക്ക് അവാർഡ് കിട്ടുമ്പോൾ ഈ സിനിമ അവസാനത്തെ 15 മിനിറ്റ് ആ കമന്റ് സെക്ഷനിൽ കാണാം. അവസാനത്തെ 15 മിനിറ്റ് ദേശീയ അവാർഡ് ഋഷഭ് ഷട്ടിക്ക് കൊടുത്തു, മമ്മൂട്ടിക്ക് നിഷേധിച്ചു. ഓക്കെ, അത് ഇന്ത്യയുടെ ദേശീയ തലത്തിൽ അങ്ങനെ നോക്കുമ്പോൾ സിനിമയുടെ വലിയ. പക്ഷെ കേരളത്തില് ഈ പറഞ്ഞ മമ്മൂട്ടിയും പൃഥ്വിരാജും തമ്മിലുള്ള പൃഥ്വിരാജിന് കൊടുത്ത അവാർഡ് അതില്ലേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പൃഥ്വിരാജ് എടുത്തൊരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ടിനെ നമ്മൾ കണ്ടില്ല എന്ന് തീർച്ചയായിട്ടും ഒരു അഭിനയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു എഫേർട്ട് കൂടിയുണ്ട്. പൃഥ്വിരാജിന്റെ എഫേർട്ട്, അദ്ദേഹം വെയിറ്റ് കുറച്ചു, അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തൊരു എഫേർട്ട് ഇല്ലേ, അതിനെന്താ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് പൃഥ്വിരാജ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു പാത്രത്തെ ഭംഗിയായി അവതരിപ്പിക്കുന്നതിൽ പൃഥ്വിരാജിന്റെ പോരാ എന്നാണ് പേഴ്സ്പെക്ടീവ് എന്നുള്ള രീതിയിൽ എന്റെ പേഴ്സ്പെക്ടീവ് നജീബ് എന്ന ക്യാരക്ടർ വളരെ മനോഹരമായിട്ട് അഭിനയിക്കാൻ അതുകൊണ്ട് തന്നെയാണല്ലോ. പക്ഷേ ഇവിടെ ഞാൻ പറയുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഋഷഭ് ഷട്ടിയുടെ അവസാനത്തെ കാന്താര എന്ന സിനിമയിൽ അവസാനത്തെ 15 മിനിറ്റ് ഹോളിട്ട് അഭിനയിച്ചതാണ് ദേശീയ അവാർഡ് കൊടുത്തത് എങ്കിൽ 100% നൻപകൽ നേരത്തെ മയക്കം എന്ന് പറയുന്ന സിനിമ, അതേപോലെ തന്നെ കാതൽ എന്ന് പറയുന്ന സിനിമ, ഈ 2 സിനിമകളും എന്തുകൊണ്ട് ജൂറി കണ്ടിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ജൂറി കണ്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ബാലൻസ് ചെയ്ത് കൊണ്ടുപോയ സിനിമയാണ്. ആദ്യം മുതൽ അവസാനം വരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയ ഒരു സിനിമ. ഋഷഭ് ഷട്ടി അദ്ദേഹത്തിന്റെ അവസാനത്തെ 15 മിനിറ്റാണ് കാന്താര എന്ന് പറയുന്ന സിനിമയിൽ ഇതാക്കിയിട്ടുള്ളത്. പക്ഷേ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയ ഒരു സിനിമയെ എങ്ങനെയാണ് നമ്മളിതിനെ ഒരു എന്താ പറയാ, എന്താണ് ജൂറി ഇതിൽ കണ്ടിട്ടുള്ള ഒരു ഇതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കേന്ദ്ര ജൂറിയുടെ ആ തീരുമാനത്തെ വിയോജിക്കുന്നു. തീർച്ചയായിട്ടും ഇത് വിയോജിക്കുന്നത് കേരളത്തിലെ ഓരോ സിനിമാ സ്നേഹികളും, കേരളത്തിലെ എന്നല്ല, ഇന്ത്യയിൽ സിനിമയെ സ്നേഹിക്കുന്ന വർഷത്തെ മലയാളത്തിലെ മികച്ച നടൻ മമ്മൂട്ടിയല്ല, പൃഥ്വിരാജനാണ്. കഴിഞ്ഞ വർഷം ബ്രഹ്മയുഗം ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ. ബ്രഹ്മയുഗം ഇനി വരാനുണ്ട്. അടുത്ത വർഷത്തിലേക്ക് ചിലപ്പോ ബ്രഹ്മയുഗം എന്ന് പറയുന്നത് നമുക്ക് തന്നെ മമ്മൂട്ടിക്ക് തന്നെ വരാൻ സാധ്യതയുണ്ട്. അല്ല അന്നും. പക്ഷെ ഇപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 73-കാരനെതിരെ തന്നെയാണ്